സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കും. സിസ തോമസ് അയോഗ്യ എന്ന വിവരം സുപ്രീം കോടതിയെ അറിയിക്കാനാണ് തീരുമാനം. സർക്കാർ നൽകിയ പട്ടിക തള്ളിയ ഗവർണറുടെ നടപടി സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും സ്ഥിരം VC-മാർക്കായി സർക്കാർ നൽകിയ പാനൽ തള്ളിയാണ് ഗവർണർ സ്വന്തം നിലയ്ക്കുള്ള നിലപാട് സുപ്രീം കോടതിയെ അറിയിച്ചത്. ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെ ഈ സാഹചര്യത്തിൽ കോടതിയിൽ നിലപാടറിയിക്കാനാണ് സർക്കാർ തീരുമാനം. KTU VC-യായി സിസ തോമസിനെ നിയമിക്കാനാണ് ഗവർണർ തീരുമാനിച്ചത്. എന്നാൽ സിസ തോമസ് അയോഗ്യയാണ് എന്നത് സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കും. സിസയ്ക്കെതിരെ മുൻപ് അച്ചടക്ക നടപടി സ്വീകരിച്ചതും KTU മിനിറ്റ്സ് രേഖകൾ മോഷണം പോയ കേസിലെ പ്രതിയാണ് സിസ തോമസ് എന്ന കാര്യവും സർക്കാർ കോടതിയെ അറിയിക്കും. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് താൻ പട്ടിക നൽകിയതെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. ആ പട്ടിക തള്ളിയ ഗവർണറുടെ നടപടി സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. വളരെ വിചിത്രമായ കാര്യമാണ്. ഇത്ര നഗ്നമായി സുപ്രീം കോടതിയുടെ നിർദ്ദേശം ലംഘിക്കാനുള്ള മനോഭാവം എങ്ങനെയാണ് ഗവർണർക്ക് ഉണ്ടാകുന്നത്? ഏതെങ്കിലും ഒരു ഗവർണർക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു ധൈര്യം വരുമോ? ഇത് ഗവർണറുടെ മാത്രം തീരുമാനം അല്ല എന്നതാണ് മനസ്സിലാക്കുന്നതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ അഭിഭാഷകൻ വഴി സുപ്രീം കോടതിയെ വിവരങ്ങൾ ധരിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.